നിങ്ങൾ മുട്ടുതേയ്മാനം വന്നതിന് ശേഷം ട്രെഡ്മിൽ ഉപയോഗം നിർത്തേണ്ടി വന്ന ഒരാളാണോ? അല്ലെങ്കിൽ മുട്ടുതേയ്മാനം വന്നു എന്നറിഞ്ഞതിന് ശേഷം ആരെങ്കിലും നിങ്ങളോട് ട്രെഡ്മിൽ ഉപയോഗിക്കൽ നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മുട്ടുതേയ്മാനം കാരണം നമ്മൾ ട്രെഡ്മിൽ ഉപയോഗം നിർത്തുകയാണെങ്കിൽ അത് നമ്മുടെ മുട്ടുതേയ്മാനത്തെ കൂടുതൽ മോശമാക്കുകയേ ചെയ്യുള്ളൂ. മുട്ടുതേയ്മാനത്തിൽ ട്രെഡ്മിൽ ഉപയോഗത്തിലെ ബയോമെക്കാനിക്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഏർലി ഓസ്റ്റിയോആർത്രൈറ്റിസ്, അതായത് സ്റ്റേജ് 1 അല്ലെങ്കിൽ 2 മുട്ടുതേയ്മാനത്തിൽ നമ്മൾ മുട്ടിന് മേളിലേക്കുള്ള ഭാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണെങ്കിൽ അത് മുട്ടുതേയ്മാനത്തെ കൂടുതൽ മോശമാക്കുകയാണ് ചെയ്യുക. നമ്മൾ ട്രെഡ്മിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുട്ടിനുണ്ടാകുന്ന ഗുണം എന്താണ്? നമ്മുടെ മുട്ടിൻ്റെ അകത്തുള്ള കാർട്ടിലേജ്, തരുണാസ്ഥിക്ക്, അതിന് സ്വന്തമായിട്ടൊരു ബ്ലഡ് സപ്ലൈ, രക്തയോട്ടമില്ല. അതിലേക്ക് പോഷകങ്ങൾ എത്തുന്നത് നമ്മൾ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷറുകൾ മൂലമാണ്. കൃത്യമായ ട്രെഡ്മിൽ ഉപയോഗം നിങ്ങളുടെ മുട്ടിന് കൂടുതൽ തേയ്മാനം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുക. പക്ഷേ 90% ആളുകളും ട്രെഡ്മിൽ ഉപയോഗിക്കുന്നത് തെറ്റായ രീതിയിലാണ്. അധികം സമയം ഉപയോഗിക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് ട്രെഡ്മിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹാൻഡ് റെയിലിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് നടക്കുക. ഈ 3 തെറ്റുകൾ നമുക്ക് ഒഴിവാക്കണം. ട്രെഡ്മിൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക. 2 മുതൽ 3% വരെ അപ്വേർഡ് ഇൻക്ലൈനിൽ ട്രെഡ്മിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പെറ്റലോഫീമറൽ ജോയിൻറ്റ് അഥവാ ചിരട്ടയുടെ പിൻവശത്തേക്ക് വരുന്ന ഫോഴ്സുകൾ 24% വരെ കുറയും എന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ക്വാഡ്രിസെപ്സ് പേശികളെ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും. രണ്ടാമതായി 30 മിനിറ്റിലധികം ഒറ്റ സ്ട്രെച്ചിൽ നടക്കാതിരിക്കുക. 30 മിനിറ്റിലധികം നടക്കുമ്പോൾ നമ്മുടെ ക്വാഡ്രിസെപ്സ് പേശികൾ, അതായത് നമ്മുടെ മുട്ടിന് ചുറ്റുമുള്ള മസിലുകൾ, അവരാണ് നമ്മുടെ മുട്ടിനെ ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യുന്നത്. അവയ്ക്ക് ക്ഷീണം വരിക അല്ലെങ്കിൽ മസിൽ ഫെറ്റീഗ് വരിക. 30 മിനിറ്റിന് ശേഷം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ നമ്മുടെ സന്ധിയുടെയും എല്ലിൻ്റെയും മുകളിലേക്കാണ് വരിക. ട്രെഡ്മില്ലിൻ്റെ ഹാൻഡിൽ ബാറിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഹാൻഡിൽ ബാറിൽ നടക്കുമ്പോൾ നമ്മുടെ നടപ്പിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള റിതം അങ്ങ് നഷ്ടപ്പെടും. മാത്രമല്ല നമ്മുടെ ഇടുപ്പിൻ്റെ ആംഗുലേഷൻ, മുമ്പോട്ടുള്ള ചരിവ് കൂടുകയും നമ്മുടെ മുട്ടിൻ്റെ ഉൾഭാഗത്തേക്ക് വരുന്ന ലോഡുകൾ വർദ്ധിക്കാനും അത് കാരണം. അപ്പോൾ കൈകൾ വിട്ട് കൈ വീശി നാച്ചുറൽ ആയിട്ടുള്ള വിധത്തിൽ വേണം നമ്മൾ ട്രെഡ്മില്ലിന് മുകളിൽ നടക്കാൻ. ഏത് ഘട്ടത്തിലാണ് നമ്മൾ ട്രെഡ്മിൽ ഉപയോഗം നിർത്തേണ്ടത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മുട്ടുതേയ്മാനം വരിക എന്ന് പറയുമ്പോൾ എക്സ്റേയിൽ എല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെയധികം കുറഞ്ഞ അവസ്ഥയിൽ, അല്ലെങ്കിൽ മുട്ടുകൾ വളവ് വന്നു തുടങ്ങിയിട്ടുള്ള അവസ്ഥയിൽ, നടന്നതിന് ശേഷം 2 മണിക്കൂറിലധികം മുട്ടിന് വേദന നിലനിൽക്കുക, നടന്നതിന് ശേഷം മുട്ടിൽ നീര് വയ്ക്കുക, നടന്നതിന് ശേഷം പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ മുട്ടിനൊരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ബലം തോന്നുക, അങ്ങനെയുള്ള അവസ്ഥകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രെഡ്മില്ലിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നോൺ ഇമ്പാക്റ്റ് എക്സസൈസസ്, അതായത് സ്റ്റേഷനറി സൈക്ലിംഗ് അല്ലെങ്കിൽ ഹൈഡ്രോതെറാപ്പി, വെള്ളത്തിൽ കൂടെ നടക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ട്രാൻസിഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ട്രെഡ്മിൽ ഉപയോഗിക്കുമ്പോൾ മുട്ടുവേദന ഉണ്ടാകുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർത്തോപെഡിക് സർജനെ കണ്ട് ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണ്.